ഓക്കെ, സോ ഫൈനലി പോക്കോയിൻ്റെ പുത്തൻ ഫോണായ പോക്കോ X3 നമ്മുടെ കയ്യിൽ എത്തി. കുറച്ച് ദിവസം എടുത്തു, കാരണം നോർമലി ഫ്ലിപ്കാർട്ട് പെട്ടെന്നൊക്കെ എത്തിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ കുറച്ച് സമയം എടുത്തു, പക്ഷേ സ്റ്റിൽ എത്തി, ക്യാൻസൽ ആയില്ല, എത്തി. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, നിങ്ങളിൽ ഒരുപാട് പേര് ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു അൺബോക്സിംഗ് ആണ്. സോ ഫൈനലി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് പോക്കോയിൻ്റെ പോക്കോ X3. പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, എൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ, ക്യാമറ സാമ്പിൾസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പോക്കോയിൻ്റെ ലേറ്റസ്റ്റ് പോക്കോ X3 ആണ്. പാക്കേജിങ് നോർമലി പോക്കോയിൻ്റെ കൂടെ വരുന്ന പാക്കേജിങ് തന്നെയാണ്. ഒരു ബ്ലാക്ക് കേസ് ഉണ്ട്, പിന്നെ യെല്ലോ ഫോണ്ട് ഉണ്ട്. ബാക്കിൽ നോക്കിയാൽ ഓക്കെ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G 6000 mAh ബാറ്ററി, ഫ്ലാഗ്ഷിപ്പ് 64 MP ക്യാമറ, റിയാലിറ്റി ഫ്ലോ 120 Hz ഡിസ്പ്ലേ ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു പാക്കേജിങ് അൺബോക്സ് ചെയ്യാം. പോക്കോയിൻ്റെ സൈഡിൽ നിന്നുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, പിന്നെ സിലിക്കോൺ TPU കേസ് ഉണ്ട്, സിം ഇജക്ടർ പിൻ, 33 വാട്ടിൻ്റെയാണ് ചാർജിങ് ബ്രിക്ക്. കൂടെ കിട്ടുന്നത് Type C ചാർജിങ് കേബിളാണ്. നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് ഫോൺ നോക്കാം. പോക്കോ X3ൻ്റെ ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് സംസാരിച്ചാൽ ഹെവി ഫോണാണ്. അത് നമ്മൾ ഈ ഫസ്റ്റ് ടൈം കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, ഹെവി ഫോണാണ്. അതിനോടൊപ്പം തന്നെ നല്ല തിക്ക് ഫോണാണ്. സോ ഏകദേശം ഒരു 225 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. തിക്നെസ് ആണ് 10.1 mm. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ കയ്യിലൊരു 10 mm അപ്പുറത്ത് തിക്നെസ് ഉള്ള ഒരു ഫോൺ കയ്യിലെടുക്കുന്നത്. പക്ഷേ കയ്യിലെടുക്കുമ്പം 225 ഗ്രാം തോന്നുന്നില്ല, ഒരു 215 ഗ്രാം ആ ഒരു വെയിറ്റേ ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്തായാലും അത് കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, ബൾക്കി ഉണ്ട് ഫോൺ, നല്ല വെയിറ്റും സൈസും ഉണ്ട്. ബാക്കിൻ്റെ ഡിസൈൻ നോക്കിയാൽ നമ്മുടെ കയ്യിലുള്ളത് കോബാൾട്ട് ബ്ലൂ കളർ വേരിയൻ്റ് ആണ്. പ്ലാസ്റ്റിക് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്തവണ നമുക്ക് ഗ്ലാസ് ബാക്ക് കിട്ടുന്നില്ല. പോക്കോ X2ൽ ഗുരുവ ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന ബാക്കിൽ, ഇതിൽ നോർമൽ പ്ലാസ്റ്റിക് ആണ്. പക്ഷേ നോർമൽ ആണെങ്കിലും അത്രയും ചീപ്പ് ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ, നല്ല ഷൈനിങ്, നമ്മൾ പറയാറില്ല ഗ്ലാസ്റ്റിക്. സോ ഒരു ഗ്ലാസ്റ്റിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്, നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഫോൺ ഒരു ഒറിജിനൽ ഫോണാണ്, അല്ലാതെ ഒരു റെഡ്മി ഫോണിൻ്റെ കോപ്പി അല്ലെങ്കിൽ റീബ്രാൻഡ് അല്ല. ഓക്കെ, സോ പോക്കോയിൻ്റെ സൈഡിൽ നിന്ന് പോക്കോ F1 കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫസ്റ്റ് ഒറിജിനൽ ഫോണാണ് പോക്കോയിൻ്റെ പോക്കോ X3. പിന്നെ പോക്കോയിൻ്റെ സൈഡിൽ നിന്നുള്ള വലിയൊരു ബ്രാൻഡിങ് ഇവിടെ ഉണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമല്ല ഈ വലിയ ബ്രാൻഡിങ് ഒക്കെ. ചെറിയ സിമ്പിൾ ബ്രാൻഡിങ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ എന്തായാലും ആ ഒരു ബ്രാൻഡിങ്ങും ഈ നടുക്കുള്ള ഈ ഒരു പാറ്റേണൊക്കെ നല്ല രീതിയിൽ മർജ് ചെയ്തിട്ടുണ്ട്. സോ അത്രയും ഒരു നല്ല ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഇറ്റ്സ് ഓക്കെ. നല്ല ഷൈനി ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. കൊബാൾട്ട് ബ്ലൂ ഞാൻ പറഞ്ഞ പോലെ ഷൈൻ ആവുന്നുണ്ട്, ലൈറ്റിലേക്ക് നല്ല രീതിയിൽ ഷൈൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടിയ കേസ് നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, വളരെ നല്ല ക്വാളിറ്റിയുള്ള കേസ് കേട്ടോ. നോർമലി പോക്കോയിൻ്റെ ഫോൺസിൻ്റെ കൂടെ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള കേസാണ്. ഇതും സെയിം ആണ്, വളരെ നല്ല ക്വാളിറ്റിയാണ് കേസിന്. നല്ല തിക്ക് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ നോ ഇഷ്യൂസ്, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ ഫിറ്റ് ആവുന്നുണ്ട്. ഇത്തവണ ഷൗമിയുടെ പ്രൊപ്രൈറ്ററി P2i നാനോ കോട്ടിംഗ് ഒഴിവാക്കി IP സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ പോക്കോ X3 IP53 സർട്ടിഫൈഡ് ആണ്. സോ വാട്ടർ സ്പിൽ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ടോപ്പിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് സെക്കൻഡറി സ്പീക്കേഴ്സ് ഉണ്ട്, പിന്നെ IR ബ്ലാസ്റ്ററിൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട്. റൈറ്റിൽ വോളിയം റോക്കറും പിന്നെ പവർ ബട്ടൺ ആണ്, പവർ ബട്ടൺ പ്ലസ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സോ ഇതിലുള്ളത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ബോട്ടം സൈഡിൽ 4 കാര്യങ്ങളാണ്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, Type C ചാർജിങ് പോർട്ട്, മൈക്ക് വിത്ത് ബോട്ടം സ്പീക്കർ ഗ്രിൽ. ഞാൻ പോക്കോ X3 സെറ്റപ്പ് ചെയ്തു. ഫസ്റ്റ് നമുക്കിതിൻ്റെ സെൻസേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന മിക്ക എല്ലാ സെൻസേഴ്സ് പോക്കോ X3ലും കിട്ടുന്നുണ്ട്, അങ്ങനെ എക്സെപ്ഷൻസ് ഒന്നുമില്ല. ആക്സിലറോമീറ്റർ, ഓറിയൻറ്റേഷൻ സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ജൈറോസ്കോപ്പ് എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നോ ഇഷ്യൂസ്, നല്ല സൂപ്പർ ഫാസ്റ്റ്, നല്ല ക്വിക്കും സെക്യൂറുമായ സോ നല്ല സെക്യൂറും ക്വിക്കും സൂപ്പർ ഫാസ്റ്റായ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. നെക്സ്റ്റ് ഫേസ് അൺലോക്ക് ഫീച്ചർ നോക്കാം. സോ ഫേസിൻ്റെ ഇങ്ങോട്ട് തിരിച്ച് വെച്ചാൽ ഫാസ്റ്റ് ആവുന്നുണ്ട്, പക്ഷേ ഞാൻ വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ വെച്ചിട്ട് ഫേസിലേക്ക് കൊണ്ടുവന്നാൽ കണ്ടില്ല, സമയം എടുക്കുന്നുണ്ട്, ചെറിയൊരു ഒരു ലാഗ് ഉണ്ട്. പോക്കോ X3 സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഒബ്വിയസ്ലി ഇതിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. സോ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സെക്കൻഡ് ഓഫ് കോഴ്സ് ബ്ലോട്ട് വെയർസ് ആണ്. ഇഷ്ടം പോലെ ബ്ലോട്ട് വെയർസ് ഉണ്ട്. ബ്ലോട്ട് വെയർസിൻ്റെ ഒരു ഫോൾഡർ തന്നെയുണ്ട് ഇവിടെ, ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ബ്ലോട്ട് വെയർസ് ആണ്. നിങ്ങൾക്ക് എല്ലാം എടുത്ത് കളയാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, നോ ഇഷ്യൂസ്.
സെക്കൻഡ് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ് ഇതിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ്. നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സ്ക്രോൾ ചെയ്യുമ്പോൾ 120 ഹെർട്സിൻ്റെ ഒരു സ്മൂത്ത്നെസ് എന്തായാലും ഉണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ ഈ സ്ക്രീനിൽ നിന്ന് തൊടുമ്പോൾ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, ക്വിക്ക് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ഞാനിപ്പോൾ പോക്കോ X2 സൈഡ് ബൈ സൈഡ് വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു ടച്ച് സാമ്പിളിങ്ങിൻ്റെ ഡിഫറൻസ് അറിയാനുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് ആണ് പോക്കോ X3യിൽ കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു വ്യത്യാസമുണ്ട്, ഒരു റെസ്പോൺസ് ടൈമിൻ്റെ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വ്യത്യാസമാണ് ഇതിൻ്റെ കളർ കാലിബ്രേഷൻ്റെ. സോ പോക്കോ X3യിൽ ചെറിയ രീതിയിലൊരു ബ്ലൂ ടിൻറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ബ്ലൂയിഷ് ടിൻറ്റാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ. പോക്കോ X2യിൽ ചെറിയൊരു വാംത് ഉണ്ട്. ഓക്കെ, കണ്ടില്ല, ആ ഒരു വ്യത്യാസമുണ്ട്. ഞാനത് നോട്ടീസ് ചെയ്തു, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഈ രണ്ട് ഫോണുകളുടെ കംപ്ലീറ്റ് ഒരു കമ്പാരിസൺ നമുക്ക് ഫ്യൂച്ചർ വീഡിയോസിൽ കാണാം. പോക്കോ X3ൻ്റെ ഡിസ്പ്ലേ 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. HDR10ൻ്റെ സപ്പോർട്ട് ഉണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. സോ ഇതിൻ്റെ ഒരു മെയിൻ സെല്ലിംഗ് പോയിന്റ് ആയ സൂപ്പർ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് ആണ് 120 ഹെർട്സിൻ്റെ. പ്ലസ് 450 നിറ്റ്സിൻ്റെ ആണ് മാക്സ് ബ്രൈറ്റ്നസ്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് പോക്കോ X2ൻ്റെ ഡിസ്പ്ലേ വൺ ഓഫ് ദ ബെസ്റ്റ് IPS LCD ഡിസ്പ്ലേ ആണ്. അതേ രീതിയിൽ പോക്കോ X3യിലും വളരെ നല്ലൊരു IPS LCD ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആണ്, നല്ല സൺലൈറ്റ് ലെജിബിലിറ്റി ഒക്കെ ഉണ്ട്. സോ പുറത്ത് കൊണ്ടുപോയി എടുത്ത് നോക്കിയാലും നല്ല രീതിയിൽ തന്നെ ടെക്സ്റ്റ് ഒക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഇതിൽ കൊടുത്തിരിക്കുന്ന 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും പ്ലസ് 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അത് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴും പിന്നെ UI-യിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു സെറ്റിംഗ്സിലും പിന്നെ ഇതിൻ്റെ ആപ്പ് ഡ്രോവറൊക്കെ തുറന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. ഞാൻ കാണിച്ചിരുന്നല്ലോ ആ ഒരു പോക്കോ X2ഉം പോക്കോ X3യും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു ഡിസ്പ്ലേൻ്റെ കളറിൻ്റെ കാലിബ്രേഷൻ്റെ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ഒരു ബ്ലൂയിഷ് സ്ക്രീനാണ് പോക്കോ X3യിലുള്ളത്. സ്റ്റിൽ നല്ല രീതിയിൽ കളർ ആക്യുറേറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. നല്ല വൈബ്രൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. ആമോലെഡിൻ്റെ അത്ര എന്തായാലും ഇല്ല. സ്റ്റിൽ LCD വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. പോക്കോ X3ൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 10 ആണ് വിത്ത് ലേറ്റസ്റ്റ് MIUI 12. അതിനോടൊപ്പം തന്നെ പോക്കോയിൻ്റെ പോക്കോ ലോഞ്ചർ 2.0 കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പോക്കോ ലോഞ്ചർ പല വീഡിയോസിലും കണ്ടതാണ്. സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നല്ലൊരു ലോഞ്ചറാണ്, എനിക്ക് ഇഷ്ടമുള്ള ലോഞ്ചറാണ്. കാരണം ഞാൻ പോക്കോ F1ൽ 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നൊരു ലോഞ്ചർ തന്നെയാണ്. സോ എനിക്കത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഒരുപാട് നല്ല കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഉള്ള ഒരു UI തന്നെയാണ് MIUI. അതിനോടൊപ്പം തന്നെ പോക്കോ ലോഞ്ചറും കിട്ടുന്നതുകൊണ്ട് ഇതിൽ ആഡിൻ്റെ ഇഷ്യൂ ഇല്ല. സോ പോക്കോ എന്ന കമ്പനി ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്, പോക്കോ ലോഞ്ചർ നിങ്ങൾക്ക് ആഡ് കാണേണ്ടി വരില്ല. സോ എവിടെയെങ്കിലും ആ ഒരു പേഴ്സണലൈസ്ഡ് ആഡ്സിൻ്റെ ഓപ്ഷൻ സ്വിച്ച് ഓൺ ആണെങ്കിലും പ്രശ്നമില്ല, ആഡൊന്നും വരുന്നില്ല. ഞാൻ നോക്കിയിരുന്നു, എനിക്ക് UI-യിൽ അങ്ങനെ ആഡൊന്നും കാണേണ്ടി വന്നിട്ടില്ല. പിന്നെ MIUI-ൻ്റെ ഡിഫോൾട്ട് ആപ്പിലേക്ക് കയറിയാൽ ചിലപ്പോൾ റെക്കമെൻഡേഷൻ കാണേണ്ടി വന്നേക്കാം. പക്ഷേ അങ്ങനെ UI-ൽ ഓൺ ദ ഫേസ് ആഡ്സ് ഒന്നും വരുന്നില്ല. 3 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് പോക്കോ X3 വരുന്നത്. 6GB 64GB, 6GB 128GB, 8GB 128GB. റാം ടൈപ്പ് LPDDR4X ആണ്. UFS 2.1 ആണ് സ്റ്റോറേജ്. പിന്നെ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് ഇല്ല, ഹൈബ്രിഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിം യൂസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു SD കാർഡും ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. സോ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് ഇതിൽ കിട്ടുന്നില്ല. പോക്കോ X3ൻ്റെ ഗ്ലോബൽ ലോഞ്ചിൻ്റെ അന്നായിരുന്നു ഇതിലുള്ള ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732Gൻ്റെ ഗ്ലോബൽ ഡെബ്യൂ. 730Gൻ്റെ ഒരു സക്സസറാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ഓൾറെഡി 732Gൻ്റെ ഒക്കെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്, ചാനൽ കിടപ്പുണ്ട്, എടുത്ത് നോക്കുക, ഇൻ ഡീറ്റെയിൽ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 730Gയും 732G തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ കോർ സ്പീഡിലാണ്. സോ 730Gയിൽ 2.2 GHz ആണ്, ഇതിൽ 2.3 GHzൻ്റെ ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. പിന്നെ GPU ഉണ്ടല്ലോ, Adreno 618 തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ ചെറിയ രീതിയിൽ ഓവർ ക്ലോക്ക്ഡ് GPU ആണ് എന്ന് ക്വാൾകോം പറയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് കമ്പാരിസൺ ഒക്കെ ചെയ്യുമ്പോൾ, സോ പോക്കോ X3യും പോക്കോ X2 തമ്മിലുള്ള നല്ലൊരു കമ്പാരിസൺ വഴി ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ക്ലിയർലി നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ നോർമലി ഫോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കളിക്കാറുള്ള ഗെയിംസ് എല്ലാം ഇതിൽ കളിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ ആസ്ഫാൾട്ട് 9, കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ, പിന്നെ നമ്മുടെ PES, ഇതെല്ലാം കളിച്ചിരുന്നു. അങ്ങനെ എനിക്ക് ഒരു സ്റ്റക്കും ലാഗും ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഞാൻ ഫീൽ ചെയ്തില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് 732G. ഞാൻ കളിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഒരുപാട് നേരം ഒന്നും കളിച്ചില്ല, കുറച്ച് നേരം കളിച്ചുള്ളൂ. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് 730Gൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. അങ്ങനെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു ഗ്രാഫിക്കൽ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഗ്രാഫിക് സെറ്റിംഗ്സ് ഒന്നുമില്ല. നമുക്ക് 730Gയിൽ കിട്ടുന്ന എക്സാക്ട്ലി സെയിം ഗ്രാഫിക് സെറ്റിംഗ്സ് ആണ് 732Gയിലും കിട്ടുന്നത്. നെക്സ്റ്റ് പോക്കോ X3ൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കാം. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ ഇത്തവണ സോണി IMX682 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 13 മെഗാപിക്സലിൻ്റെ ആണ് അൾട്രാ വൈഡ്,
2 മെഗാ പിക്സലിൻ്റെ മാക്രോ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. നല്ല വൈബ്രൻറ്റ് ഫോട്ടോസാണ്, നല്ല കളർ ആക്യുറേറ്റ് ഫോട്ടോസാണ് കിട്ടുന്നത്. നല്ല കോൺട്രാസ്റ്റും നല്ല രീതിയിൽ തന്നെ ഡൈനാമിക് റേഞ്ച് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലുക്കിൽ ഇതിൻ്റെ മെയിൻ സെൻസർ വെച്ചെടുക്കുന്ന ഫോട്ടോസിൽ ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയില്ല. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ്, നല്ല ഡീറ്റെയിൽ ഉള്ള ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ വെച്ചെടുത്ത ഫോട്ടോസ് നോക്കിയാലും നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ കളർ പ്രോബ്ലം ഒന്നുമില്ല. ചില ഫോണുകളിൽ നോർമൽ പിന്നെ അൾട്രാ വൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ചില കളർ വ്യത്യാസങ്ങൾ, ഓവർ ബൂസ്റ്റിംഗ്, ഓവർ സാച്ചുറേഷൻ ഒക്കെ വരാറുണ്ട്. പോക്കോ X3ൻ്റെ അൾട്രാ വൈഡ് ഫോട്ടോസിൽ ഞാൻ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും കണ്ടില്ല. നല്ല ക്ലിയർ ക്ലാരിറ്റി ഉള്ള, അത്രയും ഭയങ്കരമായ മൈക്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിലും 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പോക്കോ X3 വെച്ച് മാക്സിമം 4K 30 FPS എടുക്കാൻ കഴിയുന്നുണ്ട്. ഫോക്കസിങ് ഇഷ്യൂ ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫസ്റ്റ് ലുക്കാണ്. സോ ഞാനൊരു ഡീറ്റെയിൽ ടെസ്റ്റിംഗ് ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ ഇൻ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, സോ സെൽഫി ക്യാമറ നോക്കിയാലും നല്ല സെൽഫി ഫോട്ടോസ് തന്നെ എടുക്കുന്നുണ്ട്. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും സെൽഫി ഫോട്ടോൻ്റെ ക്വാളിറ്റിയിൽ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ വെളുത്ത ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത് നോക്കിയിരുന്നു, അങ്ങനെ വൈറ്റ് വാഷ് ഒന്നും ആവുന്നില്ല. സോ ഇതിൻ്റെ AI ഫീച്ചർ ഓൺ ചെയ്ത് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ബാക്കിലുള്ള സ്കൈ ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ യും പോക്കോ X2ൻ്റെ ക്യാമറ യും ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ആണ്. പ്രോ ഫീച്ചർ ഉണ്ട്, വീഡിയോ, ഫോട്ടോസ്, പോർട്രേറ്റ്സ്, പിന്നെ നമുക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫി കിട്ടുന്നുണ്ട്. 64 മെഗാ പിക്സൽ അത് എടുക്കാം. നമുക്കിതിൻ്റെ വ്ളോഗിൻ്റെ ഫീച്ചറും കിട്ടുന്നുണ്ട്. സോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിൽ വ്ളോഗിൻ്റെ ഫീച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട്, ഇതിലും വ്ളോഗിൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ക്ലോൺ ഫോട്ടോഗ്രാഫിയും ക്ലോൺ വീഡിയോഗ്രാഫിയും രണ്ടും ചെയ്യാൻ കഴിയുന്നുണ്ട്. നോർമലി നല്ല എഡിറ്റിങ്ങിലൂടെയാണ് ഇത് നമ്മൾ പോസിബിൾ ആക്കുന്നത്. പക്ഷേ ഇതിൽ ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ക്ലോൺ ഫോട്ടോസും ക്ലോൺ വീഡിയോസൊക്കെ എടുക്കാൻ കഴിയും. സോ ഔട്ട് ഓഫ് ദ ബോക്സ് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറയിൽ നിന്ന് എനിക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും കിട്ടിയില്ല. നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് പോക്കോ X3 കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയും ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ 6000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പോക്കോ X2 4500 mAh ബാറ്ററി ആയിരുന്നു. പിന്നെ ഒരുപാട് ബാറ്ററി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഇതുവരെ കംപ്ലയിൻസ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. സോ എനിക്ക് തോന്നുന്ന ആ ഒരു ബാറ്ററി ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. പ്ലസ് ഒരു 6000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് ബാറ്ററി ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല, കാരണം അത്രയും വലിയൊരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. പോക്കോ X3 ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഔട്ട് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ട്. മേളിൽ ഇയർ പീസ് പ്ലസ് ഇവിടെ ഒരു ഹോളും കൂടെ ഉണ്ട്. ഇവിടുന്നും സൗണ്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നോർമലി ഇയർ പീസ് മാത്രമാണെങ്കിൽ ഇവിടെ കുറവായിരിക്കും, ഇവിടെ കൂടുതലായിരിക്കും സൗണ്ട് വരുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് പോക്കോ X3 ഈക്വൽ സൗണ്ടാണ് അത് ഫീൽ ചെയ്തത്, ബോട്ടം ആയാലും ടോപ്പ് ആയാലും. പോക്കോ X3 ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. നല്ലൊരു ഔട്ട് തന്നെയാണ് കിട്ടുന്നത്. വയർലെസ് ആയാലും വയർഡ് ആയാലും നല്ല ഔട്ടാണ് കിട്ടുന്നത്. ഹൈ റെസൊല്യൂഷൻ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് പോക്കോയിൻ്റെ ഒരു കാലിബ്രേഷൻ, ഈ ഹെഡ്ഫോൺ ജാക്കിലൂടെയുള്ള കാലിബ്രേഷൻ നല്ല കാലിബ്രേഷൻ ആണ്. പോക്കോ X2 നല്ലൊരു ഔട്ട് കിട്ടുന്നുണ്ട്. ഇതിലും പോക്കോ X3 അതേ രീതിയിൽ നല്ല ഔട്ട് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങളിൽ ഒരുപാട് പേരുടെ മനസ്സിലുള്ളൊരു ചോദ്യമായിരിക്കും, ഇതിൻ്റെ ബാക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ Realme 7 Proയിൽ കണ്ടിരുന്നു, പ്ലാസ്റ്റിക് ബാഗ് ആയതുകൊണ്ട് അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്ത് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ഇവിടെയും നമ്മൾ പ്രസ് ചെയ്യുമ്പം ആ ഒരു ജാം പാക്ഡ്, ഒരു പാക്ക് ചെയ്ത ഫീലിംഗ് ഇല്ലേ. സോ നമ്മൾ M51 കണ്ടിരുന്നു, അവിടെയും പ്ലാസ്റ്റിക് ബാഗ് തന്നെയാണ്, പക്ഷെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നമ്മളിങ്ങനെ പ്രസ് ചെയ്താലും ഉള്ളിലേക്ക് കയറി പോകുന്നില്ല. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പം വളരെ ഈസി ആയിട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. സോ അതെന്താണെന്ന് എനിക്കറിയില്ല, ഒരു ഗ്യാപ്പ് കാണും. സോ ഒരു ഉള്ളിലുള്ള കോമ്പനൻറ്റും പിന്നെ ടോപ്പ് ലെയറുള്ള ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. ആ ഒരു ക്യാവിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും ആ ഒരു വൈബ്രേഷൻ കിട്ടുന്നത്. കാരണം Realme 7 Proയിലും ആ ഒരു ക്യാവിറ്റി ഉണ്ടായിരുന്നു, അതിനും വൈബ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ M51 ബാക്ക് പ്ലാസ്റ്റിക് ആണെങ്കിലും ആ ഒരു വൈബ്രേഷൻ അതിലില്ല. അതുകൊണ്ട് ഡിസൈനിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ അതൊരു നെഗറ്റീവ് തന്നെയാണ്. പോക്കോ X3 കിട്ടുന്ന മറ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കിയാൽ ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഫൈ കോളിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, FM റേഡിയോൻ്റെ സപ്പോർട്ടുണ്ട്, വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ IR ബ്ലാസ്റ്ററിൻ്റെ ഫീച്ചറും കിട്ടുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ LED ഇത്തവണ കൊടുത്തിട്ടുണ്ട്. പോക്കോ X2 നോട്ടിഫിക്കേഷൻ LED ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ഹാർഡ്വെയർ ഉണ്ടായിരുന്നു, പക്ഷേ അവരൊരിക്കലും സോഫ്റ്റ്വെയർ വഴി അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തവണ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ആ ഒരു സ്പീക്കർ ഗ്രില്ലുണ്ടല്ലോ, സ്പീക്കർ ഗ്രില്ല് പോട്ടെ, ഇയർ പീസിൻ്റെ ഗ്രില്ല്, ആ ഗ്രില്ലിൻ്റെ അവിടെ ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ LED. സോ നല്ലൊരു ഫീച്ചർ തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ LED ഫീച്ചർ. അതിനോടൊപ്പം തന്നെ SAR വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. പ്രൈസ് നോക്കിയാൽ 6GB 64GB ബേസ് വേരിയൻ്റ് ആയ 6GB 64GBൻ്റെ 16999 ആണ്. 6GB 128GBൻ്റെ 18499 ആണ്. പിന്നെ ടോപ്പ് വേരിയൻ്റ് ആയ 8GB 128GBൻ്റെ ആണ് 19999. സോ ഏകദേശം 20,000 രൂപയാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൻ്റെ പ്രൈസ്. എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്,
ചില ഫീച്ചേഴ്സ് നല്ല അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് കിട്ടുന്നുണ്ട്. ആ ഒരു പിൽ ഷേപ്ഡ് ക്യാമറ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 13 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് വരുന്നുണ്ട്. പക്ഷേ ചില ഡൗൺ ഗ്രേഡ്സും ഉണ്ട്. ആ ഡൗൺ ഗ്രേഡ് കാരണം ചില നെഗറ്റീവ്സ് അടിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കാരണം വൈബ്രേഷൻ വരുന്നുണ്ട്. ചെറിയൊരു എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ്സ് ആണ് ഈ പറഞ്ഞ വൈബ്രേഷനൊക്കെ. പിന്നെ ഡ്യുവൽ സ്പീക്കേഴ്സിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ലേശം ഹെവി ഫോൺ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ പോക്കോ X3ൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെയാണ്. പക്ഷേ പോക്കോ X2 നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ പോക്കോ X3യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പെഷ്യലി പോക്കോ X2 നല്ല രീതിയിൽ വർക്കാവുന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയ ഒരു കമ്പാരിസൺ വീഡിയോ എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും പോക്കോ X2 വേഴ്സസ് പോക്കോ X3. സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.